എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസം ആരംഭിക്കുന്നു. ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. പാല്, പഞ്ചസാര ഒന്നും ചേർക്കാണ്ടുള്ള ബ്ലാക്ക് കോഫിയാണ്. എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞു. അടുത്ത പരിപാടിയാണ് കോഫി. ഇന്ന് കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. താഴെ നിന്ന് കുറേ നേരം ഒച്ചയാക്കി. ഞാൻ മൈൻഡാക്കാത്തത് കൊണ്ടാവാം. മുകളിൽ കയറിയിട്ട് മത്സ്യം മുറിക്കുന്നത് കണ്ടാൽ എപ്പോഴും ഇങ്ങനെയാണ്. അവനെല്ലാം കാണണം. തട്ടിന് മുകളിലാണ് കയറിയിരിക്കുന്നത്. കൊഞ്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, രണ്ട് ഉള്ളി, ചെറിയൊരു തക്കാളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഇനി കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചതച്ചെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ നിറമായി കഴിയുന്ന ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഈ ഒരു കളർ വന്നപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ തക്കാളി ചേർത്തു. ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മത്സ്യം ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് മല്ലിയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വേവാനായിട്ട് ചെറുതീയിൽ വെക്കണം. അടച്ചു വെക്കാം. കൊഞ്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്രയാണോ നിങ്ങൾക്ക് ആൾക്കാരുള്ളത് അതിന് കണക്കായിട്ട് അളന്നെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 6 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തേങ്ങ ചിരകി വെച്ചതുണ്ട്, കുറച്ച് പെരുംജീരകം ഇത്രയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒന്ന് കുഴച്ച് വെക്കുക. ഇങ്ങനെയാണ് കുഴച്ചെടുത്താൽ നമുക്ക് കിട്ടുന്നത്. 2 എണ്ണമാണ്, നമ്മൾ 2 പേരാണുള്ളത്. അതിന് കണക്കാക്കിയിട്ടാണ് ഈ രൂപത്തിൽ. ഒന്ന് തിന്നാൽ തന്നെ ഒരാൾക്ക് വിശപ്പ് മാറാനുള്ളതാവും. ഇനി നമ്മൾക്കിത് കല്ലിലേക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതാണ്. ഇനി ഇത് ചെറുതീയിൽ അടച്ചു വെച്ച് സാവധാനം വേവിക്കാം. ഇട്ട് കൊടുക്കാം. നമ്മളുടെ കൊഞ്ച് കറിയും പത്തിരിയും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കഴിക്കാം. കൊഞ്ച് കറി ഉച്ചയ്ക്ക് ചോറിനും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് വിഭവത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊഞ്ച് കറി.